നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ടൊരു പാഠഭാഗമായ ദ ആറ്റിക് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. ഈ കഥ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന യഥാർത്ഥ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാസി സൈന്യം യൂതന്മാരെ പിടികൂടി കൊല്ലുന്ന സമയത്ത് എഴുത്തുകാരനായ സ്പിൽമാൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കേണ്ടി വരുന്നു. അവസാനം ഒരു വീടിൻ്റെ മുകളിലുള്ള ചെറിയൊരു ആറ്റിക് അഥവാ മച്ചിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആറ്റിക് വളരെ ചെറിയതും ഇരുണ്ടതുമായൊരു സ്ഥലമാണ്. അവിടെ ശരിയായി നിൽക്കാനോ നടക്കാനോ പോലും ബുദ്ധിമുട്ടാണ്. വെളിച്ചവും വായുവും തീരെ കുറവാണ്. പുറത്തേക്ക് പോകാൻ കഴിയാത്തതിനാൽ അദ്ദേഹം ദിവസങ്ങളോളം ആരെയും കാണാതെ ഒറ്റയ്ക്കാണ് അവിടെ കഴിയുന്നത്. ഇവിടെ സ്പിൽമാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് തന്നെയാണ്. തന്നെ സഹായിക്കുന്ന ഒരു ജർമ്മൻ പോലീസുകാരൻ എപ്പോഴെങ്കിലും ആരും കാണാതെ ഭക്ഷണം കൊണ്ട് കൊടുത്താൽ ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ട്. പക്ഷേ പല ദിവസങ്ങളിലും ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കേണ്ടി വരുന്നു. ശരീരം വളരെ ക്ഷീണിക്കുകയും നടക്കാൻ പോലും സാധിക്കാതെ വരികയും ചെയ്യുന്നു. പുറത്ത് എല്ലായ്പ്പോഴും യുദ്ധത്തിൻ്റെ ശബ്ദങ്ങളാണ്. ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പുകളും കേൾക്കാം. വീടുകൾ തകർന്നു വീഴുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കിയാൽ നാസി സൈന്യം തന്നെ കണ്ടെത്തുമെന്ന ഭയം അദ്ദേഹത്തെ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ കടുത്ത തണുപ്പാണ്. ശരീരം ചൂടാക്കാൻ ഒന്നുമില്ലാത്തതിനാൽ അദ്ദേഹം വിറച്ചു കഴിയുന്നു. ഈ സമയത്ത് സഹായകനായെത്തുന്ന പോലീസുകാരൻ അദ്ദേഹത്തിന് ഒരു ജാക്കറ്റ് നൽകുന്നു. രോഗബാധയും മരണഭീതിയും അദ്ദേഹത്തെ പിന്തുടരുന്നു. എന്നാൽ ഇത്രയും കഷ്ടതകൾ ഉണ്ടായിട്ടും അദ്ദേഹം പ്രതീക്ഷ കൈവിടുന്നില്ല. ഒരു ദിവസം യുദ്ധം അവസാനിക്കുമെന്നും വീണ്ടും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ആ വിശ്വാസം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നു. യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് സ്പിൽമാൻ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ ഒരു പട്ടാള ഉദ്യോഗസ്ഥ അവനെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് താൻ പോളിഷ് വംശജനാണെന്നും സ്പിൽസ്മാൻ പറയുന്നു. തൻ്റെ ജാക്കറ്റിലെ ജർമ്മൻ മുദ്രയാണ് തനിക്ക് നേരെ ഈ ആക്രമണം ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിയുന്ന അദ്ദേഹം തന്നെ കഷ്ടത്തിൽ സഹായിച്ച ജർമ്മൻ പോലീസുകാരൻ നൽകിയ ജാക്കറ്റാണതെന്ന് ഓർത്തെടുക്കുന്നു. അങ്ങനെ അനവധി ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നഗരങ്ങളും ജനങ്ങളുമെല്ലാം പഴയതുപോലെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു.